നമസ്തേ എവരി വൺ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഓപ്പൺ മൈൻഡഡ്നെസ്, തുറന്ന മനസ്സ്. ഇപ്പം നമ്മൾ ഈ തുറന്ന മനസ്സുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴുമുള്ള നേട്ടം അവരുടെ ലേണിങ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. എനിക്കതറിയാം എന്നുള്ളൊരു പ്രശ്നമില്ല. അപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ, ഇൻഫർമേഷൻസ്, നോളജൊക്കെ ഇങ്ങനെ റിസീവ് ചെയ്യും. കണ്ടിന്യൂസ് ലേണിങ്, പേഴ്സണൽ ഗ്രോത്ത്, ഇങ്ങനെ ഒരു മരം വളരുന്നത് പോലെ അവർ വളർന്നുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം അവർക്ക് മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ ദേ ലേൺ ഫ്രം ദാറ്റ്. അപ്പോൾ ഓപ്പൺ മൈൻഡായിട്ടുള്ളവർ മറ്റുള്ളവരെ അക്നോളജ് ചെയ്യും. ഈവൻ മിസ്റ്റേക്കിനെ അവർ അക്നോളജ് ചെയ്യും. അപ്പോൾ എപ്പോഴും അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബൂസ്റ്റഡ് കോൺഫിഡൻസ് ആയിരിക്കും. പല വിധത്തിലുള്ള പെർസ്പെക്റ്റീവ്. ഇപ്പോൾ നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇഷ്യൂ നേരിടുന്ന ആൾക്ക് അതൊരു ഡോക്ടർ എങ്ങനെ കാണുന്നു, ഒരു ചൈൽഡ് എങ്ങനെ കാണുന്നു, ഒരു ഹോളിമാൻ എങ്ങനെ കാണുന്നു, ഗവൺമെൻറ് എങ്ങനെ കാണുന്നു, നമ്മുടെ കോമ്പറ്റീറ്റർ എങ്ങനെ കാണുന്നു, ഇങ്ങനെ പല വിധത്തിൽ നോക്കി കാണാം. അതൊരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പമാണ്, പല പെർസ്പെക്റ്റീവ് കണ്ടിട്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ സ്ട്രെസ്സ് കുറവായിരിക്കും. അപ്പോൾ അവരധികം ബർഡൻ കൊണ്ട് നടക്കാറില്ല. അപ്പോൾ അവർ അൺസർട്ടനിറ്റിയൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇവർക്കുണ്ടാകുന്ന ജെനുവിൻ ഹാപ്പിനെസ് ആണ്, ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ്, എക്സ്പീരിയൻസസ്. അപ്പോൾ ഫുൾഫില്ലിങ് ആൻഡ് ജെനുവിൻലി ഹാപ്പി ലൈഫ്. അതുപോലെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളോട് വേണമെങ്കിലും സംസാരിക്കാം, പ്രായമുള്ളവരോട് വേണമെങ്കിലും സംസാരിക്കാം, വളരെ ആൾക്കാരോട് വേണമെങ്കിലും സംസാരിക്കാം, പ്രൈം മിനിസ്റ്ററോട് വേണമെങ്കിലും സംസാരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഓപ്പൺ മൈൻഡായിട്ട്, അപ്പോൾ ന്യൂ ആക്ടിവിറ്റീസ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഡീലിങ് വിത്ത് ബാഡ് ചോയ്സസ്, മോശങ്ങൾ വരുമ്പോൾ അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിന് ഒരു ബാഡ് ചോയ്സ് വന്നാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്, പുതിയ കാര്യങ്ങൾ, ട്രൈങ് ന്യൂ തിങ്സ്. പിന്നെ അതുപോലെ തന്നെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതും അവർക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റും, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവർ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് പോകുന്നവർ, ഓപ്പൺ മൈൻഡ്നെസ് ആയിട്ടുള്ള ആൾക്കാർ. അവർക്കൊരു കാര്യം അറിയാം, ലോകത്തിലുള്ള മുഴുവൻ ജ്ഞാനവും അറിവും എനിക്ക് ഗ്രഹിക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ ട്രൈയിങ് ന്യൂ ഫുഡ് പലപ്പോഴും. അപ്പോൾ ഈ ക്ലോസ്ഡ് പേഴ്സൺസ് ആണെങ്കിൽ അവർ വിശ്വസിക്കാത്ത ഒരു ഫുഡും അവർ കഴിക്കത്തില്ല. അവരെപ്പോഴും ലൈഫിൻ്റെ സുഖങ്ങളൊന്നും കാര്യമായിട്ട് അനുഭവിക്കുന്നില്ല. ഇവരെപ്പോഴും വെച്ചാൽ ലിസണിങ് ടു ന്യൂ ഐഡിയാസ്, എക്സ്പ്ലോറിങ്, ലോകത്തിലെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്ത് പുതിയ വിശ്വാസങ്ങൾ, പലതിലേറ്റവും നല്ലത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഫ്രണ്ട്സിനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും, നല്ല ഫ്രണ്ട്സിനെ അവർ സ്വീകരിക്കും. ഹോളിഡേ ഒക്കെ അവർ സെലിബ്രേറ്റ് ചെയ്യും, ചുമ്മാ ഇരിക്കാതെ. അപ്പം ഏത് വിശ്വാസത്തിലുള്ള ആൾക്കാരുടെ ആണെങ്കിലും ഡിഫറൻസസ് അക്സെപ്റ്റ് ചെയ്യും. ഡിഫറൻസസ് തന്നെ ഒരു വാല്യൂ ആയിട്ട് അവർ കണക്ക് കൂട്ടും. ഇനി ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും 3 സ്റ്റെപ്സ് എക്സാമിൻ. അപ്പോൾ അവർ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സാമിൻ ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളൊരാൾ നോ എന്ന് പറയുകയാണെങ്കിൽ അവർ വൈ, എന്തുകൊണ്ടാണ് നോ, പിന്നെ യേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്. അതുപോലെ തന്നെ ആക്റ്റീവ്ലി കൺസിഡർ ന്യൂ പോസിബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ അവർ എക്സസൈസ്, എന്തെങ്കിലും കാര്യം കിട്ടിയാൽ അതൊന്ന് പ്രവർത്തിച്ച് നോക്കും. അതുപോലെ തന്നെ വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്, മുൻവിധികളൊന്നും ഇല്ലാതെ തന്നെ ന്യൂ എക്സ്പീരിയൻസിന് വേണ്ടി പോകും. അപ്പോൾ അവരെപ്പോഴും പുതിയ എക്സ്പീരിയൻസിന് വേണ്ടി അന്വേഷിച്ച് പ്ലാൻ ചെയ്ത് അത് അനുഭവിക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ ഇവർ എപ്പോഴും ഇന്നോവേഷൻസ് ഒരുപാട് നടപ്പിലാക്കുന്ന ആൾക്കാരാണ്. പുതിയ ഇന്നോവേഷൻസ് ലോകത്ത് എവിടെ കണ്ടാലും. ഇനി ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് ആണ് അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇൻക്രീസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മോർ ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് സ്കൂൾ മുതൽ ലൈഫിൽ എല്ലാ തലത്തിലും എല്ലാ നിലയിലും അവർക്ക് വന്നുകൊണ്ടിരിക്കും. വേറെ ഒരുപാട് അഡീഷണൽ ബെനിഫിറ്റ് പറയുമ്പോൾ എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓപ്പൺ മൈൻഡഡ് ഇൻഡിവിജ്വൽസ് ആർ ബെറ്റർ ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ്. ഡിഫറെൻറ്റ് രീതിയിൽ അവർ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അവരപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. അതുപോലെ റെസൊല്യൂഷൻ ബൈ കൺസിഡറിങ്,
ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് ഫൈൻഡിങ് കോമൺ ഗ്രൗണ്ട്, കൾച്ചറൽ appreciations, open-minded individual appreciate and respect various cultures, fostering a global perspective. അഡാപ്റ്റബിലിറ്റി, പുതുതായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്, അവരെപ്പോഴും എല്ലാ ആൾക്കാരുമായിട്ട് ഓരോ ദിവസങ്ങളും റിലേഷൻഷിപ്പ് മെച്ചമാക്കും. അതിന് ഇൻക്രീസ്ഡ് ടോളറൻസ് ആണ് അവർക്ക്, പലപ്പോഴും സഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള, പേഷ്യൻസിനുള്ള കഴിവുകൾ അവർക്കുണ്ടാവും. ഏത് എൻവയറമെൻറ്റ് വേണേലും അവർ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കും. അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡ്നെസ് ആയിട്ടുള്ള ആൾക്കാർ അവർ പലപ്പോഴും ഈ ചാലഞ്ചസ് നേരിടുമ്പോൾ അതും നമുക്ക് ആവശ്യമാണ്, അതും ഒരു പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് അവർ കണക്കൂട്ടും. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് ഉണ്ടാകും, അവർക്കത് ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ റെസീലിയൻസ് വളരെ കൂടുതലായിരിക്കും, പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരാനുള്ള ആ ഇത്. പിന്നെ ഈ ഓപ്പൺ മൈൻഡ്നെസ് ആയിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് അവർ എൻജോയ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ഈ കുട്ടികളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഈ ഓപ്പൺ മൈൻഡ്നെസ് അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് മോഡൽ ഓപ്പൺ മൈൻഡഡ് ബിഹേവിയർ, എങ്ങനെയാണ് അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്. എക്സ്പോസ് ടു ഡൈവേഴ്സിറ്റി, വിവിധങ്ങളായ അഭിപ്രായങ്ങളും ആൾക്കാരും. ടീച്ച് എമ്പതി അവരിലേക്ക്. എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ വളരെ പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് അവരുണ്ടാകണം. സെലിബ്രേറ്റ് ഡിഫറൻസസ്, നല്ലതാണ് ഡിഫറൻസസ് വരട്ടെ. ഡിസ്കസ് സ്റ്റീരിയോ ടൈപ്സ് ആൻഡ് ഹാവ് കോൺവെർസേഷൻസ് അബൌട്ട് സ്റ്റീരിയോ ടൈപ്സ്. അവർ പെർസീവിങ് ആൻഡ് ഓപ്ഷൻസ് ചിൽഡ്രൻ മേ എൻകൗണ്ടർ. അതുപോലെ പ്രൊമോട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്ന് സംസാരിക്കുക. അക്നോളജ് മിസ്റ്റേക്സ്, പറ്റിപ്പോയി, സംഭവിച്ചു പോയി. സപ്പോർട്ട് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, എന്ത് ചെയ്യാൻ പറ്റും. ഓപ്പൺ മൈൻഡ്നെസ് ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഇഫക്റ്റീവ് കൊളാബറേഷൻ നമുക്ക് എങ്ങനെയാണ് സാധ്യമാക്കാനായിട്ട് പറ്റുന്നത്. ഇവർ കണ്ടിന്യൂസ് ലേണിങ്ങിലാണല്ലോ, ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടിന്യൂസ് ലേണിങ്, അഡാപ്റ്റീവ് ചേഞ്ചിങ്. അപ്പോൾ എപ്പോഴും ചേഞ്ച്, ഓപ്പൺ മൈൻഡ് ഇൻഡിവിജ്വൽസ് എപ്പോഴും ചേഞ്ച് ചെയ്ത് ഇന്നോവേഷൻസ് നടക്കാൻ ഇവർക്ക് പൊതുവെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇൻക്ലൂസിവിറ്റി ആൻഡ് ഓപ്പൺ മൈൻഡസ് പ്രൊഫഷണൽസ് അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ആൻഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. എൻഹാൻസ്ഡ് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടാവും. ഗ്ലോബൽ കോമ്പീറ്റൻസ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ഓഫ് ഓപ്പൺ മൈൻഡഡ്നെസ്. ഇനി സയൻറ്റിഫിക് ഡിസ്കവറി, പുതിയ കണ്ടെത്തുന്നത്. ഇനി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, സോഷ്യൽ ചേഞ്ച്, ഓക്കെ, ആൻഡ് ഡിപ്ലോമസി ആൻഡ് പീസ് ബിൽഡിംഗ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സൊസൈറ്റിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, എൻവയറമെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മൈൻഡ് കൊണ്ടാണ് പലപ്പോഴും മെഡിക്കൽ ബ്രേക്ക് ത്രൂ, ഇപ്പോൾ നമുക്ക് ലോഞ്ചിവിറ്റിയൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. ഓപ്പൺ മൈൻഡൻസിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. പിന്നെ ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻസ് ഇവരെപ്പോഴും നടത്തും. എഡ്യൂക്കേഷണൽ എക്സലൻസ് ഇവർക്ക് പുലർത്താനായിട്ട് പറ്റും. ആന്ത്രപ്രനേറിയൽ സക്സസ് ഇവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ഇവരെപ്പോഴും പലപ്പോഴും ക്രോസ് കൾച്ചറൽ കൊളാബറേഷൻസ്, മറ്റ് രാജ്യങ്ങളും മറ്റ് കൾച്ചേഴ്സും ഒക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കും. ആൻഡ് എൻകറേജ് ഓപ്പൺ മൈൻഡ്നെസ് ഇൻ ഡെയിലി ലൈഫ്. ഇനി ട്രാവൽ ആൻഡ് കൾച്ചറൽ ഇമേഴ്സൺ. അതുപോലെ തന്നെ അറ്റൻഡ് ഡൈവേഴ്സ് ഈവൻറ്റ്സ്, വിവിധങ്ങളായി. എൻകറേജ് ഇൻ ഡിസ്കഷൻസ്. ലേൺ ഫ്രം ന്യൂ സ്കിൽസ് ആൻഡ് വോളണ്ടിയർ ഫോർ കോസസ്. അവിടെ നമ്മൾ വോളണ്ടറിസം, മറ്റുള്ളവരെ സഹായിക്കുക. പിന്നെ പലപ്പോഴും ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. ചാലഞ്ചസ് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. എംബറൈസ് ചേഞ്ച് അവർക്ക് ഇഷ്ടമാണ്. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് അതിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഈ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഡിസിഷൻ മേക്കിങ്ങിൽ, അപ്പോൾ കൺസിഡർ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്, ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെ, അപ്പോൾ പല വ്യൂ പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങളിൽ അവർ കോംപ്രമൈസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. അപ്പോൾ പലപ്പോഴും ഫീഡ്ബാക്കിലൂടെ അവർ പഠിക്കും. ഇനി അഡാപ്റ്റബിലിറ്റി നമുക്കെപ്പോഴും, റിസ്ക് ടേക്കിംഗ്, അതുപോലെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് തിങ്കിങ് എപ്പോഴും. അപ്പോൾ പാസ്റ്റ് ഡിസിഷൻസ് അതെങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും, മറ്റുള്ളവരെ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റീ ഇവാലുവേഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതിനകത്ത് കൂട്ടിയും കുടിച്ചും ഹരിച്ചും ഒക്കെ നോക്കുമ്പോൾ ഒരു തെറ്റുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമല്ലോ. പിന്നെ എമ്പതി ഇവർക്ക് എപ്പോഴും കാണും.
പിന്നെ ഈ റെസ്പെക്റ്റ് ഫോർ ഡിഫറൻസസ്, മറ്റുള്ളവരെ നമുക്ക് വ്യത്യസ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അംഗീകാരം വേണം. ഒരിക്കലും ജഡ്ജ്മെൻറ്റിലായിരിക്കത്തില്ല. പിന്നെ മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റിൽ പോലും ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും, ഫോർഗീവ്നെസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഈ പുരോഗമന മനസ്സെന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ലീഡർഷിപ്പ് ഇവർക്ക് എപ്പോഴും. എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സ് പലപ്പോഴും ചെയ്യും, സിവിക് പാർട്ടിസിപ്പേഷൻ ചെയ്യും, ആൻഡ് സപ്പോർട്ട് എക്സ്ക്ലൂസിവിറ്റി ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ. സോഷ്യൽ ജസ്റ്റിസ് അഡ്വക്കസി, മെൻറ്ററിങ്, പലരെയും മെൻറ്റർ ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട്, പ്രൊമോട്ട് ഡയലോഗ്സ്. ഇനി അതും കൂടാതെ എൻകറേജിങ് ക്വസ്റ്റ്യൻസ്. ഇനി ഇങ്ങനെയുള്ള പല മേഖലയിലും ഈ തുറന്ന സമീപനം, തുറന്ന മനസ്സുള്ളവർ, അവരാണ് ഈ സമൂഹത്തെ എപ്പോഴും പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവന്നത്, ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാ ഡിഫറൻസസും അവർ ഉൾക്കൊള്ളാനും ആ ഡിഫറൻസസ് മനസ്സിലാക്കാനും അതിനെ ആ രീതിയിൽ തന്നെ അത് കാണാനായിട്ടും പുതിയ ലേണിംഗ് ഒക്കെ, അവർക്ക് പുതിയ ചോയ്സസ്, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും നമ്മുടെ പല കോഴ്സുകളിലും ലൈഫ് ലൈൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ലേണിംഗ് കോഴ്സസിൽ ഇത് വിശദമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം കാണുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് അയച്ചാൽ മതി. അപ്പം ഇവിടുന്ന് ആൾക്കാർ വിവരം അറിയിച്ചോളും. അപ്പോൾ അടുത്ത ഇതിനകത്ത് നിങ്ങൾക്ക് കയറി വരാൻ പോകുന്ന കോഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള സൗകര്യം കിട്ടും. ഓൾ ദി ബെസ്റ്റ്.